പുലിക്കളി ഇതിൻ്റെ ആവേശം നമുക്ക് ഇനിയും പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുണ്ട്. നേരത്തെ അരുൺ ആലത്തൂർ ആയിരുന്നു പുലിമടയിൽ നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവച്ചത്. ഇനി നമ്മളോടൊപ്പം കിരൺകുമാർ കൂടി ചേരുന്നുണ്ട്. വിയൂർ സെന്ററിൽ നിന്നാണ്. വിയൂർ സെന്ററിലെ പുലിമടയിൽ നിന്നാണോ കിരൺകുമാർ ചേരുന്നത്? കിരൺകുമാറിന്റെ കുപ്പായം എന്തെന്നറിയാനും ആവേശമുണ്ട്. അരുണിനൊപ്പം മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഒട്ടും മോശമല്ല. കിരൺ നമസ്തേ, സ്വാഗതം. എന്താണ് അവിടുത്തെ വിശേഷം? പ്രദീപിള്ള, ഞാനിപ്പോൾ ഉള്ളത് വിയൂർ സെൻറ്ററിലെ പുലിമടയിലാണ്. ഇവിടെ ഒരുക്കങ്ങൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചതാണ്, ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഈ പുലികൾക്ക് തേക്കാനുള്ള ചായങ്ങൾ തയ്യാറാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയത്ത് തന്നെ പുലികളെല്ലാം തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവരുടെ വേഷമൊക്കെ ധരിച്ച് ഇനി പുലി കളിക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല തട്ടുകളായിട്ട് പല ടീമുകളായിട്ട് ഇവിടെ വേഷമിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും രണ്ട് പുലികൾ അവർ ചായങ്ങളൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അറിയാം. ചേട്ടാ, എത്ര നേരമായി ഈ? കുറച്ച് നേരമായി, സമയം കറക്റ്റ് ഓർമ്മയില്ല. കുഴപ്പമില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്, അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ആദ്യ തവണ ഇറങ്ങുകയാണ്? കഴിഞ്ഞ തവണ പറ്റിയില്ല, ഞാൻ കുറച്ച് നാളായി ട്രൈ ചെയ്യണു. ഞാൻ ആംബുലൻസ് ഡ്രൈവറാണ്. അപ്പോൾ കുറച്ച് തവണ കഴിഞ്ഞ തവണ ഞാനും ഞങ്ങളുടെ സിറ്റി ആംബുലൻസ് ഡ്രൈവർ തൃശ്ശൂർ, അപ്പോൾ ഞാനും ഓണറും കൂടിയിട്ട് ട്രൈ ചെയ്താ. പക്ഷെ ആ സമയത്ത് ഈ പുലികൾക്ക് കുടവയറൊക്കെ നിർബന്ധമുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ ഈ ആദ്യമായിട്ട് ഇറങ്ങാൻ നേരത്തെ അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നു, കുടവയറൊന്ന് വളർത്താൻ? അങ്ങനെയല്ല, ഇതിപ്പോൾ കുറച്ച് വർഷങ്ങളായി ഡ്രൈവിംഗ് ഫീൽഡ് തന്നെയാണ്, അങ്ങനെ വന്നിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ട് വന്നു, അങ്ങനെ ഒരു ആഗ്രഹം വന്നു പുലിയാവണമെന്ന്. കുടവയറും ആ സമയത്ത് തയ്യാറായി? അതെ. നമ്മളെ മേക്കപ്പിൻ്റെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മേക്കപ്പ് ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഒരു പുലിക്ക് തയ്യാറാവാനായിട്ട് ഏകദേശം എത്ര സമയമൊക്കെ വേണ്ടി വരും? ഒരു പുലിക്ക് തയ്യാറാവണമെങ്കിൽ ഒരു ചുരുങ്ങിയത് ഒരു 1.5 മണിക്കൂർ വേണം ഒരു പുലിയായിട്ട് ചെയ്യുമ്പോൾ. പക്ഷെ അതെല്ലാം കൂടി ചെയ്യുമ്പോൾ അത് വ്യത്യാസം വരും. ചേട്ടൻ ഒറ്റയ്ക്കുള്ളോ അല്ലെങ്കിൽ മേക്കപ്പ് ഇടാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ഞാൻ വരയ്ക്കാൻ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. പിന്നെ കോട്ടിങ്ങിന് അവിടെ സെക്ഷൻ വേറെ ഉണ്ട്. അവിടെ കോട്ട് ചെയ്തിട്ട് നേരെ ഇവിടെ വന്ന് മുഖം വരക്കും അല്ലേ? അത് തിരിച്ചും ആവാം. ആദ്യം വരയ്ക്കും ചിലപ്പോൾ, പിന്നെ കൂട്ടി. അതൊന്നും കുഴപ്പമില്ല. എങ്ങനെയും നടന്നാൽ മതി, കാര്യങ്ങൾ നടന്നാൽ മതി. ഒരു പുലി ഇതാ കുറേ നേരമായി വടിയിലിങ്ങനെ താങ്ങി നിൽക്കണേ. എങ്ങനെയാണ്? കുഴപ്പമില്ല, നമ്മൾ ത്രില്ലാണ്. ഞാനും പറഞ്ഞ മാതിരി ഫസ്റ്റ് ടൈമാണ്, ചാവക്കാടാണ്. ഒരു നാളത്തെ ആഗ്രഹമാണ്. ഞങ്ങൾ പ്രോഗ്രാമിന് പോണ ആൾക്കാരാണ്, പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ടൈം കിട്ടാറില്ല. പക്ഷെ പ്രാവശ്യം ഞങ്ങൾ അതിന് വേണ്ടി ടൈം കണ്ടെത്തി. ഓക്കെ, അടിച്ചു പൊളിക്കും. പ്രദീപിള്ള, ഏതായാലും ഈ 51 പേരാണ് വിയൂർ സംഘത്തിൽ ഉള്ളത്. നമുക്കറിയാം ഈ പുലികളിയിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 35 പേര് വേണം, കൂടുതൽ 51 പേര് വേണം. ഏതായാലും ഈ സംഘം അങ്ങനെ തന്നെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ പല ആളുകളും മണിക്കൂറുകളായി തന്നെ ഈ പുലി വേഷം ഇനി ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ചേട്ടാ, എത്ര നാളായി ഈ പുലി വേഷം ധരിക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങൾ ആദ്യമായിട്ടുണ്ട്. ഞങ്ങൾ തെയ്യങ്കരാണ്. അതിൻ്റെ ഫീൽഡ് കൊട്ടാരൊക്കെ വന്നിട്ട് മുമ്പ് ആദ്യമായിട്ട് തന്നെ ഒരു ത്രില്ലിൻ്റെ പേരിൽ വന്നതാണ്. വേറെ ഇതിൽ നേരത്തെ തൊട്ട് ഇത്തരത്തിൽ വേഷം ഇട്ടിരുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും പുതിയ ആളുകളല്ലേ? പുതിയ ആൾക്കാരാ. ഈ ഞങ്ങളൊക്കെ തെയ്യം കലാകാരന്മാർ മാത്രമാണ്. ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് പുലികളി കെട്ടണം. ഈ തെയ്യം വിട്ട് ഇങ്ങനെ പുലികളിലേക്ക് വരാനുള്ളൊരു പ്രചോദനം അങ്ങനെയല്ല, നമുക്ക് കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ് വീര് ദേശം വന്ന് കെട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക്. അതുകൊണ്ട് വന്നതാണ് അങ്ങനെ ഒരു ആഗ്രഹത്തിന്. എന്താണ് ഈ ഇനാമൽ പെയിന്റ് ആണ് ഈ ധരിച്ചേക്കണത്? ഇതിന്റെ ഒരു തയ്യാറെടുപ്പ് എങ്ങനെ, എത്ര മണിക്ക്? നമുക്ക് അറിയില്ല, പെയിന്റിനെ പറ്റിയിട്ട് ഏതൊന്നും നമുക്ക് അങ്ങനെ അറിയില്ല. പക്ഷെ നല്ലൊരു കോട്ടിങ് ആണ്. എത്ര മണിക്കൂറായിട്ടുണ്ട് ഇങ്ങനെ ചായം തേച്ച്? ഒരു 7 മണിക്ക് 6-7 മണിയാകുമ്പോൾ തുടങ്ങിയിട്ട് നിൽക്കണതാണ് ഇങ്ങനെ. എത്ര പേരുണ്ട് നിങ്ങളുടെ മൊത്തം ഈ വിയൂര് സംഘത്തിൽ ഇന്ന്? 51 പേര്. 51 പേര് എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കും. 51 പേര് എന്തായാലും ഉണ്ടായിരിക്കും. ഈ പെൺപുലികൾ ഉണ്ടോ നിങ്ങളുടെ? പേരുണ്ടെന്ന് പറഞ്ഞത് അവരവിടെ ഉണ്ട്, മേക്കപ്പിലായിരിക്കും. ഓക്കെ, പ്രദീപിള്ള, ഏതായാലും ഈ വിയൂർ സംഘത്തിൽ പെൺപുലികൾ കൂടിയുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അവർ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ട് എത്തും. അവരും വേഷമിടാൻ വേണ്ടി എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പുതിയ ആളുകൾ, അതായത് ഇത്തവണ ആദ്യമായിട്ട് വേഷം ധരിക്കുന്ന ആളുകൾ തന്നെയാണ് കൂടുതലുമായിട്ട് ഈ വിയൂർ സംഘത്തിൽ ഉള്ളത്. 51 പേരാണുള്ളത്. അവർ ഏകദേശം അവരുടെ തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് രാവിലെ മുതൽ തന്നെ. എന്തായാലും പുലിമടകളെല്ലാം ആവേശത്തിലാണ്. നേരത്തെ അരുൺ ആലത്തൂർ അവിടെ നിന്നും വിശേഷങ്ങൾ പങ്കുവച്ചു. ഇപ്പോൾ വിയൂർ സെന്ററിൽ നിന്ന് നന്ദകിഷോർ ഇത്രയും സരസമായി, ഇത്രയും ഗംഭീരമായി ഇതിന്റെ ഐതിഹ്യവും ഇതിന്റെ ആചാരവും
ഇതിൻ്റെ ഒരു പെരുമയും ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതും പറഞ്ഞത് അങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു അധ്വാനം അല്ലെങ്കിൽ പരിശ്രമം, ക്ഷമ, മണിക്കൂറുകൾ ഇങ്ങനെ ഒരു നിലനിൽക്കുക എന്നുള്ളത്. അതിനുശേഷമാണ് പിന്നെ കളിക്കുക മണിക്കൂറുകൾ ഈ ചൂടിലും പൊടിയിലും ഒക്കെ.